പരസ്പരം ആഞ്ഞടിക്കുകയാണ് ഇന്ത്യ സഖ്യവും NDA സഖ്യവും. വർദ്ധിത വീര്യത്തോടെ മൂർച്ഛിച്ച വാക്കുകളാൽ ഭരണഘടനയെ, ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് ആവർത്തിച്ചു പറയുന്നു ഇന്ത്യ സഖ്യം. നരേന്ദ്രമോദി എവിടെയൊക്കെ പ്രചാരണം നടത്തുന്നുവോ അവിടെയെല്ലാം ധ്രുവീകരിക്കപ്പെടുന്നുവെന്ന് മല്ലികാർജുൻ ഖാർഗെ. और वो कहीं भी जाते हैं तो लोगों के बीच में दरार पैदा करने की कोशिश करते हैं और हमेशा समाज को तोड़ने की बात करते हैं. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനത്തിനെതിരെയും അതിരൂക്ഷ വിമർശനം. और मोदी सरकार ने संविधान संस्थाओं का दुरुपयोग कर रही है. धमकी, ब्लैकमेल और लालच से विपक्ष दलों में फूट डालकर उन्हें तोड़फोड़ किया जा रहा है. പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്തെത്താൻ നിരവധി നേതാക്കൾ ഇന്ത്യ സഖ്യത്തിലുണ്ട്. പക്ഷേ ആദ്യ ലക്ഷ്യം വിജയമാണെന്ന് ഉദ്ധവ് താക്കറെ. രാജ്യത്തിന്റെ യഥാർത്ഥ അച്ഛാദിൻ ആരംഭിക്കുന്നത് ജൂൺ 4 ശേഷമാണെന്നും താക്കറെ. ഇന്ത്യ സഖ്യത്തിൽ 5 വർഷം 5 പ്രധാനമന്ത്രിമാരായിരിക്കുമെന്ന മോദിയുടെ പരാമർശത്തിനാണ് മറുപടി. എന്നാൽ ഇന്ത്യ സഖ്യം ജൂൺ 4 ഛിന്നഭിന്നമാകുമെന്ന പ്രസ്താവന ആവർത്തിക്കുകയാണ് നരേന്ദ്രമോദി. ജൂൺ 4 കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന്റെ പൊടി പോലും ഉണ്ടാകില്ല. 4 चरणों के चुनाव में कांग्रेस और इंडी गठबंधन, ये उनके सारे साथी, सारे दल 4 चरण में चारों खाने चित्त हो चुके हैं. 2024 400 എന്ന മാജിക് നമ്പർ മറികടക്കുമെന്ന പ്രചാരണത്തിൽ നിന്നും മാറ്റിപ്പിടിച്ചിട്ടുണ്ട് NDA. 400 പറയുമ്പോഴും UPA സർക്കാരിന്റെ പോരായ്മകളും കോൺഗ്രസിന്റെ കുറ്റങ്ങളും ഉയർത്തിക്കാട്ടുന്നു. മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്നപ്പോൾ രാജ്യത്ത് ആർക്കും ബോംബ് സ്ഫോടനം നടത്താവുന്ന അവസ്ഥയായിരുന്നുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി. തിരഞ്ഞെടുപ്പ് അവസാനത്തോടടുക്കുമ്പോഴേക്കും പ്രചാരണ വിഷയങ്ങളും തന്ത്രങ്ങളും മാറുകയാണ്. ഒന്നിച്ചുറച്ച പ്രതിപക്ഷ സഖ്യവും ആത്മവിശ്വാസത്തിൽ ആഞ്ഞടിച്ച NDAയും. ഇലക്ഷൻ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.